വീണ്ടും ഒരു ഹെൽത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് WHO. അതായത് എംപോക്സ്, പ്രീവിയസ്ലി നോൺ ആസ് മങ്കി പോക്സ് എന്ന് പറയുന്ന ഡിസീസിനെയാണ് ഇപ്പോൾ ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ജാനുവരി 2023 മുതൽ ആഫ്രിക്കൻ കൺട്രീസിലും വേൾഡ് വൈഡ് ആയിട്ട് ഒരു 30,000 കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മോർ ദാൻ 1,100 ഡെത്ത്സും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. അവിടെ നിന്ന് മോർ ദാൻ 100 കൺട്രീസിലോട്ട് ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഇതൊരു വൈറൽ ഡിസീസ് ആണ്, മങ്കി പോക്സ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസുമായിട്ടൊരു ക്ലോസ് കോൺടാക്ട്, എസ്പെഷ്യലി സ്കിൻ ടു സ്കിൻ കോൺടാക്ട് വരുന്നതിലൂടെയാണ് മെയിൻ ആയിട്ടും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബിലോങ്ങിങ്സ്, കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് വഴിയും ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ വരും. അതുപോലെ ഇൻഫെക്റ്റഡ് ആനിമൽസ് വഴിയും ഇതിന്റെ സ്പ്രെഡ് ഉണ്ടാവും. ഇതിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരിലുള്ള സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഒരു സെയിം പ്രസന്റേഷൻ തന്നെയാണ് ഇതിലുള്ളത്. മെയിനായിട്ടും പെയിൻഫുൾ റാഷസിന്റെ ഡെവലപ്മെന്റ്, അത് പിന്നീട് ഓരോ സ്റ്റേജസ് ഡെവലപ്പ് ചെയ്ത് ഫ്ലൂയിഡ് ഫീൽഡ് വെസിക്കിൾസ്, കുമ്പളകൾ പോലെ ഉണ്ടാവുന്നതാണ് ഇതിന്റെ പ്രസന്റേഷൻ. അതുപോലെ കൂട്ടത്തിൽ പനിയും, തലവേദന, ദേഹം വേദന, ടയർഡ്നെസ്, സോളൻ ലിംഫ് നോഡ്സ് ഇതെല്ലാം ഉണ്ടാവും. ഇതിന്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ലാബ് ഡയഗ്നോസിസ് ആണ്, PCR ടെസ്റ്റ് വഴി. അതായത് ഈ ലീഷനിലുള്ള മെറ്റീരിയലിലുള്ള PCR ടെസ്റ്റ് വഴിയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് കോൺടാക്ട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്. എന്തിനും സംശയമുള്ളവര് ഇത് തന്നെത്താൻ ഐസൊലേഷനിൽ പോവുകയും അതുപോലെ കോണ്ടാക്ട് വന്നിട്ടുള്ളവരെ ഇൻഫോം ചെയ്യുകയും മാസ്ക് ഉപയോഗിച്ചിട്ട് മാത്രം ആൾക്കാരുമായിട്ട് ഇടപഴകാനും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിലും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ പ്രസന്റ്ലി ഇല്ല. എന്നാലും നമുക്ക് ഈ ഒരു ഡിസീസിനെ പറ്റി അവയർനെസ് വേണ്ടത് അത്യാവശ്യമാണ്.